കോൺഗ്രസിലെ മുഖ്യമന്ത്രി വിവാദത്തിനിടെ കെ.സി. വേണുഗോപാലിന് പരോക്ഷ പിന്തുണയുമായി അജയ് തറയിൽ രംഗത്ത്. എം.എൽ.എ അല്ലാത്തവർക്കും മുഖ്യമന്ത്രിയാകാം. എ.കെ. ആന്റണി അടക്കമുള്ളവർ അങ്ങനെ മുഖ്യമന്ത്രിയായിട്ടുണ്ടെന്നും പണിയെടുക്കുന്നവർ മുഖ്യമന്ത്രിയാകട്ടെ എന്നത് തന്റെ അഭിപ്രായം മാത്രമെന്നും അജയ് തറയിൽ. സഹിൻ ആന്റണി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കോൺഗ്രസിൽ മുഖ്യമന്ത്രിയെ ചൊല്ലിയുള്ള തർക്കം ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. കോൺഗ്രസിന്റെ രാഷ്ട്രീയകാര്യ സമിതി അംഗം അജയ് തറയിൽ തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ കെ.സി. വേണുഗോപാലിന്റെ പേര് ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്. പക്ഷെ അദ്ദേഹം എം.എൽ.എ പോലും അല്ല. അങ്ങനെ എം.എൽ.എ പോലും അല്ലാത്ത ഒരാൾക്ക് മുഖ്യമന്ത്രിയാനുള്ള സാധ്യതയ്ക്ക് ഉണ്ടോ? അല്ല, ഞാൻ ചോദിക്കുന്നത് എവിടെ ഉയർന്നു എന്ന് നിങ്ങൾ പറയുന്നത്. ഈ ആൻഡ്രോയിഡ് ഫോണിൻ്റെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിലെ കുറേ ആളുകളുടെ പേരിട്ട് പ്രചരിപ്പിക്കുന്നു. അത് കേരളത്തിലെ മാധ്യമങ്ങൾ പെരുപ്പിച്ച് കാണിക്കുന്നു എന്നല്ലാതെ ഇത്രയും ദിവസമായിട്ടും ആരുടെയും പേര് പാർട്ടിയുടെ ഉന്നതങ്ങളിൽ, പാർട്ടിയുടെ ഹൈക്കമാൻഡേയോ അല്ലെങ്കിൽ KPCC നേതൃത്വത്തിൻ്റെയോ മുന്നിലേക്ക് ഇന്ന് ഒരു പേര് ഉയർന്നു വന്നിട്ടില്ല. അതുകൊണ്ട് ആര് മുഖ്യമന്ത്രിയാകണം എന്നതിനെക്കുറിച്ച് തീരുമാനിക്കേണ്ടത് മെയ് 4-ാം തീയതിത്തെ തെരഞ്ഞെടുപ്പ് വിധിക്ക് ശേഷമാണ്. MLA-മാരാണ് തീരുമാനിക്കേണ്ടത്. അവർക്കാണ് അതിൻ്റെ കോൺഗ്രസ് ഭരണഘടന അനുസരിച്ച് MLA-മാർ യോഗം കൂടി തീരുമാനിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവർ തീരുമാനിക്കട്ടെ. അതിനകത്ത് ഗാലറിയിൽ നിന്ന് കളി കാണുന്നത് ഞങ്ങൾക്കൊന്നും യാതൊരു കാര്യവുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഈ നേതാക്കളുടെ പേരിൽ അണികൾ തമ്മിലുള്ള ഈ തമ്മിൽ അത് പാർട്ടിക്ക് വലിയ ദോഷം ചെയ്യുന്നില്ലേ? അണികൾ തമ്മിലൊരു തല്ലുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഞാൻ ഈ സൈബർ യുദ്ധം നടക്കുന്നുണ്ട്. ആ സൈബർ യുദ്ധം എന്ന് പറയുന്നത് എവിടെയാണ്? ഞാൻ ആ സൈബർ എല്ലായിടെ ഞാൻ ചില കമൻറ്റുകൾ ശ്രദ്ധിച്ചു. ആ കമൻറ്റുകൾ ഇട്ടിരിക്കുന്ന കുറേ ആളുകൾ ചില ഗ്രൂപ്പുകളാണ്. ചില ആളുകൾ ഒരു കാര്യവുമില്ലാത്ത ആളുകളാണ്. ചില ആളുകൾക്ക് ചില വർഗീയ ചുവയുള്ള ആളുകളാണ്. അവരൊന്നും കോൺഗ്രസ് പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ളവരല്ല. മറ്റു പാർട്ടിക്കാർ നുഴഞ്ഞു കയറുന്നു എന്നാണ്. മറ്റ് പാർട്ടിക്കാർ നുഴഞ്ഞു കയറുന്നു, ഫേക്ക് ഐഡികൾ ഉണ്ടാക്കി കുറേ ആളുകൾ ഇത് ചെയ്യുന്നു. ഇത് ഈ പൈസ കൊടുത്തുള്ള PR വർക്കിൻ്റെ ഭാഗമായി ചെയ്യുന്നു. ഇതൊന്നും കോൺഗ്രസിൻ്റെ അണികളെ തമ്മിൽ തല്ലിക്കാനോ കോൺഗ്രസിൻ്റെ ശക്തിയെ കുറച്ച് കാണിക്കാനോ കഴിയുകയില്ല എന്ന പക്ഷത്തിലാണ് ഞാൻ. കാരണം ഈ പേരുകാർക്കൊന്നും ഈ പാർട്ടിയിൽ യാതൊരു കാര്യവുമില്ല എന്നാണ് എൻ്റെ കണ്ടുപിടുത്തം. അപ്പം തന്നെ MLA അല്ലാത്ത ഒരാൾക്കും വേണമെങ്കിൽ മുഖ്യമന്ത്രിയാകാം. ആർക്കും മുഖ്യമന്ത്രിയാകാം. എന്ത് കുഴപ്പമില്ല. ഞാനിപ്പോൾ MLA ആകാത്തൊരു മുഖ്യമന്ത്രി ആകും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരാളെ പിന്തുണക്കുന്നില്ല. AK ആണെങ്കിൽ 2 പ്രാവശ്യം കാലത്ത് മുഖ്യമന്ത്രി ആയില്ലേ? EK നായാൾ മുഖ്യമന്ത്രി ആയില്ലേ? അതുപോലെ എത്രയോ സമയങ്ങളിൽ ഓരോ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഇന്ത്യയിൽ പല സ്ഥലത്തും ഉണ്ടായിട്ടില്ലേ? അത് രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ചുണ്ടാകുന്ന തീരുമാനങ്ങളാണ്. അത് MLA-മാർ തീരുമാനിക്കും. MLA-മാർക്കാണ് അവകാശം. ആ MLA-മാരുടെ അവകാശങ്ങൾ കൈകടത്താൻ ഞാൻ ആരുമല്ല. അതുകൊണ്ട് എന്നെ വെറുതെ വിടുക. എന്തായാലും അദ്ദേഹം പറയുന്നത് പോലെ കോൺഗ്രസിന്റെ അണികളല്ല തമ്മിൽ തല്ലുന്നത്. പകരം സൈബർ ലോകത്തേക്ക് വലിയ രീതിയിലുള്ള PR വർക്കുകളും ഒപ്പം തന്നെ മറ്റ് പാർട്ടിക്കാരുടെ നുഴഞ്ഞുകയറ്റവും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആരോപണം.